ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ലൊരു നാടൻ മത്തി വറ്റിച്ചതാണ് കേട്ടോ. വളരെ രുചികരമായിട്ട് നമുക്ക് പുട്ടിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെയോ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നിട്ട് ആ തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കനിൽ ഓളും മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ മത്തി വറ്റിച്ചത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 450 ഗ്രാം അളവിൽ മത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് അതിൻ്റെ പുറം ഭാഗത്തേക്ക് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കഴുകി ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു മൺചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 പിഞ്ച് അളവിൽ ഉലുവയും കൂടിയാണ്. കൂടെ തന്നെ പിന്നെ വേണ്ടത് ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4 വെളുത്തുള്ളി അല്ലിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി. ഇത് രണ്ടും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വറുത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 20ഓളം ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയിൽ തന്നെ നമ്മുടെ ഈ മത്തി വറ്റിച്ചൊന്ന് തയ്യാറാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. നമ്മൾ സവാള എടുക്കരുത് കേട്ടോ. അപ്പോൾ സവാളയിൽ ഈ ഒരു ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ ചെറിയുള്ളി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ച് ചേർത്തേക്കാം. ഈ ഒരു രീതിക്ക് ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചതച്ചതും കൂടെ ചേർക്കുകയാണ്. നമ്മുടെ ഈ ചെറിയുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ട് തുടങ്ങിയാൽ മതിയാവും കേട്ടോ. ഒരുപാട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ഈ ചെറിയുള്ളി എല്ലാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിലാണ് മുളക് പൊടി എടുത്തിട്ടുള്ളത്. പിരിയം മുളകാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി എരിവ് കുറവുള്ള മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മതിയാവും. കൂടെ തന്നെ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി ഒന്ന് വറുത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഈ മസാലയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ മുളക് പൊടിയുടെ കളർ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങും കേട്ടോ. ഇതുപോലെ ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് അതിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ വേണ്ടത് അത്യാവശ്യം വലിയ തക്കാളിയിൽ ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും കൂടി ചേർക്കുകയാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് ചേരേണ്ടതായിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നമ്മൾ മത്തി വറ്റിച്ച് തയ്യാറാക്കിയാലുണ്ടല്ലോ നമുക്ക് എന്തിൻ്റെ കൂടെയും സൂപ്പറായിട്ട് സൈഡായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുട്ടിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ആകെ കൂടി ഇത്രയും മസാലകൾ മാത്രമേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ഈ തക്കാളി എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ടി കിട്ടിക്കോളും കേട്ടോ. കാരണം മൺചട്ടി അതിൻ്റെ പേരിൽ നല്ല ചൂടായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി എടുത്ത് കഴിഞ്ഞാൽ ഇനി വേണ്ടത് പുളിവെള്ളം കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി ചേർക്കാവുന്നതാണ്. പുളിവെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ഗ്രേവിക്കും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടിയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ നമ്മുടെ ഈ കറിക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി. അപ്പോൾ ഈ ഗ്രേവി കണ്ടിട്ട് ഇതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. കാരണം നമ്മൾ ഈ ഗ്രേവി എല്ലാം ഏകദേശം ഒന്ന് വറ്റിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ ഗ്രേവി എല്ലാം ഇപ്പോൾ നല്ലതുപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ തിളച്ചു തുടങ്ങുന്ന ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ട് മാത്രം നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയം മാത്രമേ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. പിന്നീട് അതായത് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്നും ഈ ഒരു രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്, എങ്കിൽ പിന്നെ മീനെല്ലാം പൊടിഞ്ഞു പോകും. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കണം. അതായത് നമ്മുടെ ഒരു 15 മിനിറ്റ് തരുമ്പോൾ ഹൈ ഫ്ലെയിമിലല്ല, മീഡിയം ഫ്ലെയിമിൽ നിന്ന് അല്പം കൂടി കുറച്ച് വെച്ചിരിക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ ഏകദേശം ഈ ഗ്രേവി എല്ലാം പറ്റിയിട്ട് നമ്മുടെ ഈ മീനെല്ലാം നല്ലതുപോലെ വെന്തിട്ട് മീനിലേക്ക് നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ചുറ്റിച്ചു കൊടുത്തേക്കണം, അതായത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ശരി, ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് ഇങ്ങനെയൊന്ന് അടച്ച് വെച്ചിരിക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മത്തി വറ്റിച്ചത് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ആ ഗ്രേവി എല്ലാം ഏകദേശം ഒന്ന് വറ്റിയിട്ട് ഈ ഒരു രീതിക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇനി തവിയോ സ്പൂണോ ഇട്ട് ഇളക്കാൻ വേണ്ടി നിൽക്കണ്ട, ഇങ്ങനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് അടച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലൊരു മത്തി വറ്റിച്ച് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കിയെടുത്തത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ടാറ്റാ.